വിശേഷത്തിന്റെ എപ്പിസോഡിലേക്ക് എല്ലാ മീഡിയ നെറ്റിന്റെ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ക്രിസ്തുമസ് വിശേഷത്തിൽ നമ്മുടെ കൂടെ അതിഥിയായിട്ടുള്ളത് നമ്മുടെ ആത്മീയമായ കാര്യങ്ങളിൽ സജീവ സാന്നിധ്യമായി മാറിയ, സാമൂഹ്യ പ്രതിബദ്ധതാ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ ഒരു ക്രിസ്തീയ സഭ എന്നതിലുപരി എല്ലാവരുടെയും പിതാവായി നിലനിൽക്കുന്ന, തൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ വിളങ്ങി നിൽക്കുന്ന യാക്കോബായ സുറിയാനി സഭ ഹൈറേഞ്ച് മേഖലാ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്തയാണ്. തിരുമേനിക്ക് ഞങ്ങളുടെ ക്രിസ്തുമസ് വിശേഷത്തിലേക്ക് സ്വാഗതം. ഇപ്പം ക്രിസ്തുമസിൻ്റെ ആ ഒരു ആഘോഷ നിറവിലാണല്ലോ നമ്മുടെ ക്രൈസ്തവ സഭയും. അതുപോലെ തന്നെ നമുക്കറിയാം, ക്രിസ്ത്യർ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ആളുകൾ ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു വേളയാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ക്രിസ്തുമസിന്റെ വിശേഷങ്ങൾ, ആഘോഷങ്ങൾ എവിടം വരെ എത്തി? 2024 തീരാൻ പോകുന്നു. 2025 വർഷം തുടങ്ങാൻ പോകുന്നു. ഒരു വലിയ അത്ഭുതമാണ് ഒരു വർഷത്തിൻ്റെ അവസാനം ക്രിസ്തുമസ് വരുന്നു എന്നുള്ളതും, ക്രിസ്തുമസിൽ കൂടി ഒരു വർഷാരംഭം ആരംഭിക്കുന്നു എന്നുള്ളതും ഒരു വലിയ അത്ഭുതമാണ്, ഒരു അതിശയമാണ്. ക്രിസ്തുവിൻ്റെ ജനനത്തോടുകൂടി BC എന്നും AD എന്നും 2 ഘട്ടങ്ങളായി കാലത്തെ തിരിക്കുകയും ചെയ്യപ്പെട്ടിരിക്കുന്നു. 2024 തീരുന്നതിന് മുമ്പ് ക്രിസ്തുമസ് ആഘോഷത്തിലേക്ക് ലോകമെമ്പാടും ഒരുങ്ങി മുന്നോട്ട് പോകുന്ന ഒരു കാലയളവിലാണ് മീഡിയ നൈറ്റ് എന്ന ഇൻ്റർവ്യൂ വന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവിന് ജാതിയുണ്ടോ മതമുണ്ടോ? ദൈവത്തിന് ജാതിയുണ്ടോ മതമുണ്ടോ? കർത്താവ് പറഞ്ഞു, ഈ തൊഴുത്തിൽ പെടാത്തവരും എനിക്കുണ്ട് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാത്ത ആളുകളും എനിക്കുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. ആയതുകൊണ്ട് തന്നെ ക്രിസ്തുമസ് ദിനം അടുത്തു വന്നപ്പോഴേക്കും ക്രിസ്ത്യാനികളെ പോലെ തന്നെ മറ്റ് സമുദായങ്ങളിലെ ആളുകളും ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ വേളയിലേക്ക് ഡിസംബർ 1 മുതൽ ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷവേളയിലേക്ക് ആയിക്കഴിഞ്ഞിരിക്കുന്നു. പല പള്ളികളിലും ക്രിസ്തുവിൻ്റെ ജനനത്തെ ഓർത്തുകൊണ്ട് ഘോഷിച്ചുകൊണ്ടുള്ളതായ കരോളുകൾ ഇപ്പോൾ തന്നെ ഇറങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് ക്രിസ്തുമസ് എന്ന് പറയുന്നത് സർവമാന മനുഷ്യരുടെയും ആത്മീയ ഭൗതിക സന്തോഷത്തിൻ്റെ ഭാഗമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ശരിക്കും ഒരു ക്രൈസ്തവരിലുപരി എല്ലാവരും ഒരേപോലെ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ഒരു സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഒരു ആശയങ്ങൾ ഇപ്പം പങ്കുവയ്ക്കലാണെങ്കിലും സ്നേഹത്തിൻ്റെ കാര്യമാണെങ്കിലും മറ്റ് ജനവിഭാഗങ്ങളോട് കൂടി അത് ഉൾക്കൊള്ളുന്നുണ്ട് അവർ. അതുകൊണ്ട് തന്നെയല്ലേ എല്ലാവരും ഒരുപോലെ, ഈ മറ്റൊരു ആഘോഷങ്ങളും അങ്ങനെയില്ല. ഓണമാണേലും വിഷുവാണേലും എന്ത് കാര്യങ്ങളാണെങ്കിലും ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരൊറ്റ ആഘോഷമുള്ളൂ, അത് ക്രിസ്തുമസ് അല്ലേ? തീർച്ചയായിട്ടും. ഒരു കുട്ടി ഭയന്ന് നിൽക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ അച്ഛനോ അമ്മയോ ഒറ്റയ്ക്കാണല്ലോ കൊച്ചു നിൽക്കുന്നതെന്ന് ഓർത്ത് ഓടി ചെല്ലുമ്പോൾ ആ കുട്ടി എന്ത് ചെയ്യും? ആ കുട്ടി തൻ്റെ അടുത്ത് ഓടിയെത്തിയ അച്ഛനാണോ അമ്മയാണോ ഓടി വാരി പുണർന്ന് കെട്ടിപ്പിടിക്കും. അച്ഛനോ അമ്മയോ ആ കുട്ടിയെ വാരിയെടുക്കും. ആ കുട്ടിക്ക് ഉണ്ടാകുന്ന മാനസികമായ സന്തോഷം, ആ കുട്ടി ഫീൽ ചെയ്തിരുന്നതായ ഒരു ഭയം നീങ്ങിപ്പോകുന്നു. ഇത് തന്നെയാണ് ക്രിസ്തുമസിൽ കൂടി സംഭവിക്കുന്നത്. ഭയവിഹുരലായിരിക്കുന്നതായ ഒരു വലിയ മനുഷ്യ സമൂഹം, എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്നതായ മനുഷ്യ സമൂഹം, ആശയറ്റ് ജീവിക്കുന്ന മനുഷ്യ സമൂഹം, ആത്മീയമായ കാഴ്ചപ്പാടിലൂടെ മനുഷ്യൻ്റെ ജീവിതത്തിന് അപ്പുറത്ത് എന്തുണ്ട് എന്ന ചിന്തകൾക്ക് അർത്ഥം കാര്യമായി മനസ്സിലാക്കാൻ പറ്റാതെ ജീവിക്കുന്ന മനുഷ്യ സമൂഹം, ഈ കുട്ടിയുടെ പിതാവ് എന്നതുപോലെ തന്നെ ലോകരക്ഷകനായ, പ്രപഞ്ചത്തിൻ്റെ ഉടയവനായ സൃഷ്ടാവ് ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്തു കഴിഞ്ഞപ്പോൾ മനുഷ്യ ജീവിതത്തിന് അർത്ഥവും ആഴവും ഉണ്ടായി. മനുഷ്യ ജീവിതത്തിന് പ്രത്യാശ വന്നു. സകല ജീവജാലങ്ങൾക്കും പ്രത്യാശ കൊടുക്കുന്ന, ആശ കൊടുക്കുന്ന, ഭയം മാറ്റിക്കളയുന്ന ഒരു സുദിനമാണ് ക്രിസ്തുമസ് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ ഉടയവനാണ് ക്രിസ്തു എന്നുള്ളത് കൊണ്ട്
ക്രിസ്തുവിൻ്റെ ജനനം ഏതെങ്കിലും ഒരു ദേശക്കാരുടെയോ ഏതെങ്കിലും ഒരു രാജ്യക്കാരുടെയോ അല്ല. മനുഷ്യവർഗം മുഴുവൻ്റെയും, ലോകമെമ്പാടുമുള്ള മനുഷ്യവർഗം മുഴുവൻ്റെയും ആഘോഷത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സുദിനമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ഞാൻ ഇന്നേ ദിവസം വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് ക്രിസ്തുമസ് ആഘോഷിക്കാറുള്ളത്. 1000 ചില്ലാനും വരുന്നതായ ആളുകൾക്ക് കേക്ക് കൊടുക്കും. അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ജയിൽ അധികൃതർ പറയുന്ന പോലെ എത്തിച്ചു കൊടുക്കും. അവിടെ ഞാൻ കേക്ക് മുറിക്കും. അതിൽ എല്ലാവർക്കും ഞാൻ കേക്ക് നുള്ളി കൊടുക്കും. എല്ലാവർക്കും എത്തിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമല്ലോ. അപ്പോൾ അതിൽ ജയിൽ അധികൃതർ ആരെങ്കിലും മുന്നോട്ട് കൊണ്ടുവരും, ഞാൻ കേക്ക് അവർക്ക് കൊടുക്കും. അവരോട് നന്മയുടെ സുവിശേഷം അറിയിക്കും. ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് അവരെ അറിയിക്കും. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ജനനം, അതിൻ്റെ അർത്ഥം എന്താകുന്നു എന്ന് ജയിലിൽ ഞാൻ പ്രസംഗിക്കാറുണ്ട്. ഇന്ന് ഞാൻ അങ്ങ് പോകേണ്ടിയിരുന്നതാണ്, പക്ഷേ എനിക്ക് പോകാൻ ഇന്ന് സാധിച്ചില്ല. ഏറ്റവും അടുത്ത ദിവസം ജയിലിൽ പോയി എൻ്റെ 20ാമത്തെ ജയിൽ സന്ദർശനവും ക്രിസ്മസ് ആഘോഷവും വിയ്യൂർ സെൻട്രൽ ജയിലിൽ നടത്തത്തക്ക രീതിയിൽ അതിനെക്കുറിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി എനിക്ക് പറയുവാനുള്ളത്, ഈ ക്രിസ്മസിന് വേറൊരു അർത്ഥമുണ്ട്. സാധാരണ ചെറിയവരായ ആളുകൾ വലിയവരെ കാണാൻ വേണ്ടി കണ്ട് കാഴ്ചകളോടുകൂടി ചെന്ന് പോയി കാണും. എന്നാൽ ക്രിസ്തുമസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, വലിയവൻ ചെറിയവൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളതാണ്. വലിയവൻ ചെറിയവൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്നത് കൊണ്ട് വലിയവനും ചെറിയവരും തമ്മിലുള്ളതായ അന്തരമില്ലാതായി തീർന്നു. എന്ന് പറഞ്ഞാൽ സ്വർഗീയരും ഭൗമികരും തമ്മിലുള്ളതായ അന്തരം ക്രിസ്തുവിൻ്റെ ജനനം മൂലം ഇല്ലാതായി തീർന്നു. ഞാനിങ്ങനെ തിരുമേനി ഇപ്പം പറഞ്ഞു ജയിലിൽ സന്ദർശനം നടത്തുന്ന കാര്യം. ഞാൻ അല്ലാതെയും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, തിരുമേനി മറ്റു മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഇപ്പൊ അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതായത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന്, അതായത് ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് നമുക്കുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കുക, സ്നേഹം പങ്കുവെക്കുക, നമുക്കുള്ളത് ഇല്ലാത്തവന് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു സന്ദേശം ജീവിതത്തിലൂടെ അനർത്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആണ് തിരുമേനി. അട്ടപ്പാടിയിലൊക്കെ ഒത്തിരി പഠനങ്ങൾ ചെല്ലാത്ത മേഖലകളിൽ കുട്ടികളെ പഠിപ്പിക്കുക, അതുപോലെ തന്നെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക, വീടുകൾ നിർമ്മിച്ച് നൽകുക, വൈദ്യുതി ഇല്ലാത്ത വെളിച്ചമില്ലാത്ത സ്ഥലത്ത് വെളിച്ചം എത്തിക്കുക, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് തിരുമേനി. അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്കിത് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിന് പ്രചോദനമാകുന്നത് എന്തൊക്കെയാണ്? മോളുടെ ചോദ്യത്തിന് ഉത്തരം ഒരുപാടുണ്ട്. ഞാൻ ഒരു പൗരോഹിത്യ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ധർമ്മം എന്താണ് എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ഞാൻ ഷമ്മാച്ചനായി കാലം ചെയ്ത ബാവായുടെ സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്നു. അച്ഛനായി, റമ്പാച്ചനായി, തിരുമേനിയായി വന്നു കഴിഞ്ഞപ്പോൾ കുർബാന ചൊല്ലുക മാത്രമാണോ എൻ്റെ പൗരോഹിത്യ ധർമ്മം എന്ന് ഞാൻ എൻ്റെ ധ്യാനത്തിൽ കൂടി എപ്പോഴും ദൈവവുമായി ആലോചന നടത്തുമായിരുന്നു. അത് എൻ്റെ ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക് എൻ്റെ മുഖ്യമായ കാര്യമാണ്. പക്ഷേ ഞാൻ അത് മാത്രമാണോ എന്ന ചോദ്യത്തിന് അത് മാത്രമല്ല എന്ന് എന്നോട് കർത്താവ് പറഞ്ഞു. കർത്താവ് ന്യായവിധിയുടെ നാളിൽ ഇടത്തും വലത്തുമുള്ളവരുമായി സംവാദം നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു വിഭാഗം ആളുകൾ, ഇടത്തുള്ളവർ, അവർ അഗ്നിനരകത്തിന് യോഗ്യരായി വിധിക്കുകയാണ്. വലത്തുഭാഗത്തുള്ള ആളുകൾ ദൈവരാജ്യത്തിന് അർഹരായി വിധിക്കുകയാണ്. അതിന് കർത്താവ് പറഞ്ഞു, അപ്പോൾ ഇടത്തുഭാഗത്തുള്ള ആൾക്കാർ ധനികരും വലിയ വലിയ ഉദ്യോഗസ്ഥരും വലിയ വലിയ ആളുകളും മഹാന്മാരായ ആളുകളാണ് ഇടത്തു ഭാഗത്തുള്ളവർ. വലതുഭാഗത്തുള്ള ആൾക്കാർ പാപികളും കുറ്റക്കാരും ജയിലിൽ കിടന്നവരും അതുപോലെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരും വീടില്ല കുടുംബമില്ലാത്ത ആൾക്കാരാണ് വലത്തു ഭാഗത്തുള്ളവർ. പ്രമാണികളായ ആളുകൾ ഇടത്തു ഭാഗത്തുള്ളവർ. അവരോട് പറഞ്ഞു, നിങ്ങൾ നരകത്തിലേക്ക് പോകാൻ പറഞ്ഞു. വലത്തു ഭാഗത്തുള്ള ആളുകൾ ഇടത്തു ഭാഗത്തുള്ള ആൾക്കാർ വലത്തു ഭാഗത്തുള്ള ആൾക്കാരെ പുച്ഛത്തോടെ നോക്കി നിൽക്കുമ്പോൾ വലത്തുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ഞാൻ ഒരുക്കിയ ഭവനം അവകാശമാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുന്നു. അപ്പം ഇപ്പുറത്തെ ആൾക്കാർ ചോദിച്ചു, നീ എന്ത് ന്യായവിധി നടത്തണമെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് ഉത്തരം കൊടുത്തു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ഞാൻ വിശക്കുന്നവനായിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു. ഈ കാരാഗ്രഹത്തിലായിരുന്നു എന്നുള്ളതൊഴിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ
നമ്മളെ യാദൃച്ഛികമായിട്ടാണെങ്കിലും അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ കർത്താവ് പറഞ്ഞ്, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്നുകൊണ്ടു. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ഇതുവരെയും കാരാഗൃഹത്തിൽ പോയിട്ടില്ലല്ലോ, അതും എൻ്റെ ജോലിയല്ലേ. കാരാഗൃഹത്തിലായിരുന്നു, ക്രിസ്തു കാരാഗൃഹത്തിൽ, സത്യം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. അന്ന് ഞാൻ തീരുമാനിച്ചു ജയിലിൽ പോയി സുവിശേഷം അറിയിക്കണം. 2007 ഞാൻ ജയിലിൽ പോകാൻ തീരുമാനിച്ചു. എൻ്റെ കൂടെ കുറേ ആളുകളും വന്നു. അന്നത്തെ ജയിൽ സൂപ്രണ്ട് എനിക്ക് അനുവാദം തന്നു. ഞാൻ ജയിലിൽ ചോദിച്ചു, ഞാൻ എന്താണ് കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ജയിലിന് നിയമങ്ങളുണ്ട്, ജയിൽ നിയമങ്ങൾക്ക് അനുസൃതമായുള്ള കുറേ സാധനങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ജയിലിൽ പോയി. അത് ഒരു ഡിസംബർ 22 ആയിരുന്നു. ഞാൻ ജയിലിൽ പോയി. അവരോട് ഇടയിൽ ഞാൻ കുറേ സമയം ചെലവഴിച്ചു. എൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ അവർക്ക് മധുരം കൊണ്ടുപോയി, സാധനങ്ങൾ കൊണ്ടുപോയി കൊടുത്തു. അവരോട് അവരുടെ ഇടയിൽ ക്രിസ്തുമസ് കരോൾ നടത്തി. ക്രിസ്മസ് പാപ്പയെല്ലാം ഞാൻ കൊണ്ടുപോയി ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ പാടി. ഞാൻ അവരോട് ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശം അവരെ അറിയിച്ചു. പാപിയെ രക്ഷിപ്പാൻ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ ലോകത്തിൽ ജഡമെടുത്തു, പിറവിയെടുത്തു എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ നീതിമാന്മാരെയല്ല, പാപിയെ തേടിയത്രേ ഞാൻ വന്നത്. അപ്പോൾ ജയിലിൽ കിടക്കുന്നവർക്ക് ആശ കിട്ടുകയാണ്. എല്ലാവരും പാപി എന്ന് മുദ്ര കുത്തി ജയിലിൽ അടച്ചിരിക്കുന്ന ആളുകളോടാണ് കർത്താവ് പറയുന്നത്, ഞാൻ നീതിമാന്മാരെയല്ല, പാപിയെ തേടിയാണ് വന്നിരിക്കുന്നതെന്ന്. പൗലോസ്ലീഹ പറഞ്ഞു, ആ പാപികളിൽ ഒന്നാമത്തവൻ ഞാൻ തന്നെയാണെന്ന്. ഞാൻ അവരോട് പറയും, നിങ്ങൾ പിടിക്കപ്പെട്ട കള്ളന്മാർ, ഞങ്ങൾ പിടിക്കപ്പെടാത്ത കള്ളന്മാരെന്ന് ഞാൻ അവരോട് പറയുമ്പോൾ അവർ കൈയടിക്കാറുണ്ട്. എനിക്കതിൽ സന്തോഷമാണുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് വചന ശുശ്രൂഷകളും ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തുമസിനെക്കുറിച്ചും എല്ലാം പ്രസംഗിച്ച് കരോൾ നടത്തി അവരുടെ മാനസികമായ സംഘർഷത്തെ ലഘൂകരിച്ച് അവിടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു കൊടുത്ത് ഞാൻ അവരെ ആശ്വസിപ്പിച്ചാണ് മടങ്ങി വരുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു കാര്യം, എൻ്റെ സാന്നിധ്യം വേറൊരാൾക്ക് സന്തോഷമാണോ അസന്തോഷമാണോ ഉണ്ടാക്കുന്നത്? ഒരു വീട്ടിൽ ഒരു ഭർത്താവ് കയറി വരുമ്പോൾ ആ വീട്ടിലെ അംഗങ്ങൾക്ക് സന്തോഷമാണോ സങ്കടമാണോ സന്താപമാണോ? തീർച്ചയായും ക്രിസ്തുമസ് സന്ദേശം നൽകുന്നത് ഒരു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള അവസരം തരുന്നു. നാം ഒരു സമൂഹത്തെ ഫേസ് ചെയ്യുമ്പോൾ സന്തോഷം സാന്നിധ്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുമസിൽ കൂടി ഇങ്ങനെ സംജാതമാകുമ്പോൾ എന്നോട് ആതുര സേവനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ 2017 അട്ടപ്പാടി അഗളി ഉത്തുകുഴിയിൽ അവിടുത്തെ ആദിവാസി സഹോദരങ്ങൾ എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ മക്കൾ കറണ്ട് കണ്ടിട്ടില്ല, 10 വീട് വൈദ്യുതീകരിച്ച് തരുമോ എന്ന് ചോദിച്ചു. അന്നേരം എനിക്ക് സാമ്പത്തിക ബാധ്യതയുണ്ട്. കാരണം ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ പൈസ കൊണ്ടല്ല, അല്ലെങ്കിൽ കിട്ടുന്നത് ഞാൻ അങ്ങ് ചിലവാക്കും. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലെ പൈസ അല്ലല്ലോ, വല്ലവരും തരുന്നതല്ലേ. ശരി, 10 വീട് ചെയ്യാം. ആ 10 വീട് 100 വീട് അട്ടപ്പാടി അഗളി ഊത്തുകുഴിയിൽ പോയി ഞാൻ വൈദ്യുതീകരിച്ചു കൊടുത്തു. അന്നത്തെ ഈ ഗവൺമെൻറ് അത് വൈദ്യുതീകരിക്കുന്ന ആവശ്യമായ എൻജിനീയറിംഗ് മേഖലയിലെ സഹായങ്ങൾ എനിക്ക് ചെയ്തു തന്നു. അങ്ങനെ അവിടെ പോയി 100 വീടുകൾ വൈദ്യുതീകരിച്ചു കൊടുത്തു. അവിടെ തന്നെ വീടുകൾ പണിയിച്ചു കൊടുത്തു. കുട്ടികൾക്ക് പഠന സഹായങ്ങൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു കൊല്ലത്തേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എത്തിച്ചു കൊടുത്തു. 17 മാത്രമല്ല, വർഷങ്ങളായി ഞാനിങ്ങനെ ചെയ്തു വരുന്നു. ഈ കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തത് ഇവിടെ വെള്ളത്തൂവൽ പള്ളിയിലാണ് ഞാൻ ചെയ്തത്. പള്ളിവാസൽ ചെയ്യാറുണ്ട്. ഇവിടെ പല ട്രൈബൽസ് ഉള്ള ഏരിയയിലും ഞാൻ പോയി അത് ചെയ്യാറുണ്ട്. ദൈവം അനുവദിച്ചാൽ ഈ വരുന്ന മെയ് മാസത്തിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ ഓഫർ കൊടുത്തു. പിന്നെ കോവിൽക്കടവ് പള്ളി പ്രദേശത്ത് പോയി പാവപ്പെട്ട ആളുകളെ കണ്ട് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ഇത് ക്രിസ്തു നമുക്ക് തരുന്ന ഒരു പുതിയ പ്രത്യാശയാണ്. ക്രിസ്തു ലോകത്ത് പിറന്നത് എന്തെങ്കിലും ലോകത്തിന് എടുക്കാനല്ല, മറിച്ച് ലോകത്തിന് കൊടുക്കാനാണ് ക്രിസ്തു ലോകത്ത് വന്നത്. ക്രിസ്തുമസ് അർത്ഥമാക്കുന്നത് ലോകത്ത് നിന്ന്
ആർത്തിയോടെ വാരി വലിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്ക് കഴിയുന്നത് എന്താണ് ലോകത്തിന് കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ക്രിസ്തുമസ് എന്ന് പറയുന്നത് പങ്കുവയ്ക്കൽ, മുറിക്കൽ എന്നുള്ളതിനെ അർത്ഥമാക്കുന്നു, മുറിക്കപ്പെടുന്നു. അപ്പോൾ ജീവിതത്തിലെ അധ്വാനം മുറിക്കുന്നു, ജീവിതത്തിൽ സാമ്പത്തികം മുറിക്കുന്നു, ജീവിതത്തിൽ ബുദ്ധി പങ്കുവയ്ക്കുന്നു. ഒരാൾ മറ്റൊരാൾക്ക് തനിക്കുള്ളതിൽ നിന്ന് മുറിച്ചെടുത്ത് പകുത്തെടുത്ത് അല്ലെങ്കിൽ അത് വേറെ ദാനമായി കൊടുക്കുന്ന ഒന്നാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അതിലാണ് സന്തോഷം കണ്ടെത്തേണ്ടത്. സ്വാർത്ഥതയോടെ ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകുകയില്ല. സ്വാർത്ഥത വെടിയാനാണ് ക്രിസ്തുമസ് ലോകത്തോട് പറയുന്നത്, ക്രിസ്തു ലോകത്തോട് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തു ജനിച്ചത് ഒരു പാറയുടെ പൊത്തിലാണ്. ബേത്ലഹേമിൽ തനിക്ക് പിറക്കാൻ അവസരമില്ലാതെ വന്നപ്പോൾ ഒരു പാറയുടെ പൊത്തിൽ മാതാവ് കാട്ടിക്കൊടുത്ത് ഇവിടെ മതിയെന്ന് പറഞ്ഞു. കീറ തുണി ചുറ്റി പാറപ്പൊത്തിൽ ക്രിസ്തു പിറന്നു എന്നാണ് പാട്ട് പാടുന്നത്. അങ്ങനെ പിറന്ന ക്രിസ്തുവിനെ അതിനുശേഷം എന്ത് ചെയ്തു? പിറന്നു കഴിഞ്ഞപ്പോൾ വാരിയെടുത്ത് ഇപ്പോഴും യെരുശലേം ദേശത്തു കൂടി പോകുമ്പോൾ വഴിയോരങ്ങളിൽ കന്നുകാലികളെ കെട്ടിയിരിക്കുന്നത് കാണാം. അക്കാലത്ത് കന്നുകാലികൾ കെട്ടിയിരിക്കുന്ന പുൽത്തൊട്ടിയിൽ ക്രിസ്തുവിനെ എടുത്ത് കിടത്തപ്പെട്ടു. പുൽത്തൊട്ടിയിൽ ക്രിസ്തു കിടത്തപ്പെടുമ്പോൾ പുൽത്തൊട്ടി എന്തിനാണ് ഉപയോഗിക്കുന്നത്? കന്നുകാലിക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രമാണ് പുൽത്തൊട്ടി. അപ്പോൾ കന്നുകാലിക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രത്തിൽ ക്രിസ്തു എടുത്ത് കിടത്തപ്പെട്ടപ്പോൾ എന്താണ് അർത്ഥം? ക്രിസ്തു ആർക്കോ ആഹാരമായി തീരേണ്ടുന്നവനാണ് എന്ന് ക്രിസ്തു പുൽത്തൊട്ടിയിൽ കൂടി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഞാൻ ജനത്തിന് ആഹാരമായി തീരേണ്ടുന്നവനാണ് എന്ന് അതിലൂടെ വിളിച്ചു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ തന്നെ ഉപേക്ഷിച്ച് സ്വാർത്ഥത വെടിയുവാൻ പിറവി മുതൽ കുരിശിലെ മരണത്തോളം ക്രിസ്തു നമുക്ക് നല്ല സന്ദേശം നൽകിയിരിക്കുന്നു. ആകയാൽ ഈ ക്രിസ്മസ് നമുക്ക് പങ്കുവയ്ക്കലിൻ്റെ, പ്രത്യാശയുടെ, ഭയത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് ഇങ്ങനെയെല്ലാം മാറി മാറി വരുന്നതായ ഒരു സുദിനത്തിലാണ് ഇപ്പോൾ നാം ആയിരിക്കുന്നത്. മധ്യപൂർവ്വദേശത്ത് ഇന്ന് യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന ദിനമാണ്. പക്ഷേ ഭരണകർത്താക്കൾ അറിഞ്ഞിരിക്കേണ്ടത് അവരുടെ സാന്നിധ്യം ആളുകൾക്ക് സമാധാനമാണോ അസമാധാനമാണോ? അതുകൊണ്ട് യുദ്ധങ്ങളിൽ നിന്ന് രാഷ്ട്രത്തലവന്മാർ പിന്മാറി ക്രിസ്തുവിൻ്റെ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തിൻ്റെ ആദർശം ലോകത്തിന് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് രാഷ്ട്രത്തലവന്മാരോട് ക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കി ഞാൻ അപേക്ഷിക്കുകയാണ്. ഇപ്പം തിരുമേനി പറഞ്ഞു, ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ തിരുമേനി പറഞ്ഞു ജയിലിൽ സന്ദർശനം നടത്താറുണ്ട് എന്ന് പറഞ്ഞു. എല്ലാ വർഷവും സന്ദർശനം നടത്തി അവിടുത്തെ പാപികളോടൊപ്പം അല്ലെങ്കിൽ അവരെയും കൊണ്ട് കേക്ക് മുറിച്ച് മധുരം പങ്കുവെച്ച് അവർക്ക് ആരും പുറത്തുനിന്ന് എത്തി ഇവർക്ക് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ സന്ദേശം നൽകാനോ ഒന്നുമില്ല. അവർക്കതൊരു വലിയ സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ ഇതുപോലെ പഠനോപകരണങ്ങൾ നൽകുന്നതും വെളിച്ചം എത്തിക്കുന്നതും വീട് പണിത് നിൽക്കുന്നതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തപ്പം ഒരിക്കൽ തിരുമേനിയോട് ഒരാൾ ചോദിച്ചു, ഇതൊക്കെ എവിടെയെങ്കിലും ചെയ്തിട്ട് എന്ത് കിട്ടാനാന്ന്? അന്ന് തിരുമേനി ഒരു ബൈബിൾ വചനം എടുത്ത് വായിച്ചു. അന്നേരം തിരുമേനിക്ക് കിട്ടിയ ഒരു വചനം, അതായത് നമുക്ക് പ്രത്യുപകാരം ചെയ്യും എന്ന് ഉറപ്പുള്ളവർക്ക് ചെയ്തിട്ട് എന്താണ് പ്രയോജനം? പ്രത്യുപകാരം സഹായിക്കാൻ കഴിവില്ലാത്തവരെയല്ലേ നമ്മൾ സഹായിക്കണ്ടേ? ശരിയല്ലേ? അപ്പം ഞാനിത് ഒരിടത്ത് കേട്ടതാണ്. അപ്പം അത് ശരിക്കും അതിലൂടെ തിരുമേനി മനസ്സിലാക്കി ഞാൻ അപ്പോൾ ചെയ്യുന്നത് ശരിയാണ്. എന്നെ വളരെയേറെ സങ്കടപ്പെടുത്തിയ ഒരു ചോദ്യമായിരുന്നു അത്. ഞാൻ അന്ന് ഒരുപാട് പേർക്ക് സാമ്പത്തിക അത് അന്ന് നടന്നത് നിങ്ങളാരും പോയിട്ടുണ്ടാവില്ല. തൃശ്ശൂരിന് ചാലക്കുടിക്ക് കിഴക്ക് ഭാഗത്ത് ആനപ്പന്തം ആദിവാസി ഊരിലേക്ക് പോയി. ഒരു ലോഡ് അരിയും സാധനങ്ങളുമായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അന്ന് എനിക്കെതിരെ വലിയ ഭീഷണിയുണ്ടായി നിരോധിത സംഘടനകളിൽ നിന്ന്, മാവോയിസ്റ്റുകളിൽ നിന്ന്. എന്നെ വെള്ളിക്കുളങ്ങര പ്രദേശത്ത് വെച്ച് പോലീസ് ഞാൻ അങ്ങോട്ട് വിടില്ല എന്ന് പറഞ്ഞു. അവസാനം ഞാൻ പോകുമെന്ന് അവരോട് പറഞ്ഞു. ഏറ്റവും ഒടുക്കം നാട്ടുകാരും എല്ലാവരുടെയും കൂടി എന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അവിടെ ആനപ്പന്തം ആദിവാസി ഊരിൽ കാടൊരു മലയേറി താമസിക്കുന്ന സ്ഥലമുണ്ട്. നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ. സാധനങ്ങളുമായി ഏകദേശം 4 കിലോമീറ്ററോളം അകത്തേക്ക് നടന്നു. ഞങ്ങൾ പൊരിഞ്ഞ വെയിലിൽ കൂടി കാട്ടുപോത്ത് പകൽ സഞ്ചരിക്കുന്ന വനത്തിൽ കൂടി നടന്നു. പ്രൊമോട്ടർ ഉൾപ്പെടെയുള്ള
ആദിവാസി ഒരു മൂപ്പനുൾപ്പെടെ എല്ലാവരും സാന്നിധ്യത്തിലാണ് പോയത്. അങ്ങനെ പോയി അവിടെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമ്പോൾ അന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട് ഞാൻ ബാങ്കിൽ നിന്ന് ഇച്ചിരി പൈസ വായ്പ എടുത്താണ് ആ കാര്യങ്ങൾ അവിടെ നിർവഹിച്ചു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഒരു താങ്ക്സ് പോലും പറയാത്ത ആളുകൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യമെന്ന് ഞാൻ നാട്ടിൽ വന്ന് ഇരിക്കുമ്പോൾ എന്നോട് കൊള്ളാവുന്ന ഒരാൾ ചോദിച്ചു, ഒരു ഉപകാരം കിട്ടാത്തവർക്ക് ഇങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം? എനിക്ക് ബാങ്കിലെ പൈസ തിരിച്ചടയ്ക്കണം, ചിലർ വായ്പ മേടി തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതേക്കുറിച്ച് ചിന്തിക്കാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ചെയ്തതിനൊരു അർത്ഥമില്ലേ എന്ന്. അന്ന് വൈകുന്നേരം ഞാൻ ബൈബിൾ തുറന്ന് വായിച്ചു. ബൈബിൾ വാക്യം ഇതാണ്: നീ പ്രത്യുപകാരം ചെയ്യണം. നീ ഉപകാരം ചെയ്യുമ്പോൾ നീ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യണം. നീ നിന്നെ സഹായിക്കും എന്നുള്ളിടത്ത് നീ ഉപകാരം ചെയ്തിട്ട് എന്ത് പ്രയോജനം? നിന്നെ സഹായിക്കാൻ പറ്റാത്ത ആളുകൾക്ക് നീ ഉപകാരം ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും എന്ന വാക്യം ഞാൻ വായിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഈ ലോകത്തിൻ്റെ സന്ദേശവും ഞാൻ വായിച്ചത് ഈ പ്രപഞ്ചത്തിൻ്റെ ഉടയവന് സന്ദേശവുമാണെന്ന് എനിക്ക് ബോധ്യമായി എന്ന് മാത്രമല്ല, ഞാൻ ചെയ്ത കാര്യം ശരിയാണെന്ന് ഞാൻ വിശ്വസിച്ചു. ഇപ്പം വളരെ സന്തോഷം. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഇത് ലോകത്ത് അറിയപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം നമ്മുടെ കയ്യിലില്ലെങ്കിൽ പോലും നമ്മൾ കടം മേടിച്ചാണെങ്കിലും ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളൊരു മനസ്സ് വളരെ വലിയൊരു മനസ്സ് തന്നെയാണ്. ഇനി വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, തിരുമേനിക്ക് ചെറുപ്പം മുതലേ ഈ ശുശ്രൂഷകളിലൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു. ചെറുപ്പത്തിലെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നയാളാണ്. അതെങ്ങനെയായിരുന്നു പ്രചോദനം? അല്ലെങ്കിൽ സ്വയം തന്നെ ഈ എങ്ങനെയാണ് എന്ന് ചോദിച്ചാല്, അത് ഞാൻ 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അന്ന് പറമ്പുണ്ട്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഞങ്ങൾക്ക്. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് ഇഷ്ടം. ഞാൻ പറമ്പിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ഞാൻ ആകാശത്തേക്ക് നോക്കി ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും. ബൈബിള് കൂടെ ഉണ്ടാവും. നന്നായിട്ട് വായിക്കൊന്നുമില്ല, അന്ന് 3ലും 4ലൊക്കെ പഠിക്കാൻ പ്രായം. ആകാശത്തിങ്ങനെ ഇരിക്കുമ്പോൾ കാർമേഘം ഇങ്ങനെ ഉരുണ്ട് പോകും. ഞാൻ വിചാരിക്കും ഇത് മാലാഖയാ പോകുന്നത്. പിന്നെ ഞാൻ വിചാരിക്കും ക്രിസ്തു അതിൻ്റെ കൂടെയുണ്ട് എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുക, ആകാശത്തേക്ക് നോക്കി ആകാശത്തിലെ ചില അടയാളങ്ങൾ എൻ്റെ ഭാവനയിലെ അടയാളങ്ങളാക്കി മാറ്റിയെടുക്കുക. മിക്കവാറും സന്ധ്യ വരെ ഞാൻ അങ്ങനെ ഇരിക്കാറുണ്ട്. ചില വീട്ടുകാർ വിളിക്കുമ്പോഴായിരിക്കും ഒരു മൂലയെന്ന് ഞാൻ വിളി കേട്ട് ഓടിപ്പോണത്. അന്ന് ആ ചെറിയ പ്രായം മുതലേ എനിക്ക് ഒരു ധ്യാനോന്മകമായിരിക്കുന്ന ചിന്തയിൽ ജീവിക്കാൻ എന്നെ ആരോ വിളിച്ചുകൊണ്ടിരുന്നു. അതനുസരിച്ചാണ് ഞാൻ ജീവിച്ചു പോന്നത്. എനിക്ക് ഇതുകൂടാതെ ഒരുപാട് ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഓരോ ദർശനം എന്ന് പറയുന്നത്, ഞാനന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം, ഞാൻ താമസിക്കുന്ന പള്ളി വലിയ നോമ്പ് കഴിയുമ്പോൾ അവിടെ പരിശുദ്ധകളിയൊക്കെ നടക്കും. രാത്രി പ്രാർത്ഥന കഴിയുമ്പോൾ 9 മണി 10 മണിയൊക്കെയാണ്. ഞങ്ങളിത് കാണാനായിട്ട് അവിടെ പോയിരിക്കും. ഒരു ദിവസം എല്ലാവരും ഉറങ്ങിപ്പോയി, ഞാനും ഉറങ്ങിപ്പോയി. എണീറ്റോര് വീട്ടിൽ പോയി. എന്നെ ആരും വിളിച്ചില്ല. രാത്രിയുടെ ഒരു സമയത്ത് പഞ്ഞുപോലെ നരച്ച് വെളുത്ത സായിപ്പായിരിക്കുന്ന ഒരച്ഛൻ എൻ്റെ അടുത്ത് വന്നു. ഞാൻ കിടന്നുറങ്ങുക. എൻ്റെ കാലിൽ തട്ടിയിട്ട് പറഞ്ഞു, മോൻ വീട്ടിലോട്ട് പൊക്കോ, കൂട്ടുകാരൊക്കെ വീടുകളിൽ പോയി എന്ന് പറഞ്ഞു. എനിക്ക് പേടി തോന്നിയില്ല, കാരണം അതൊരു വൈദികനായതുകൊണ്ട് പേടി തോന്നിയില്ല. പേടി തോന്നാതിരുന്നതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. സൂര്യൻ ഉദിച്ചതുപോലെയുള്ളൊരു വെളിച്ചമായിരുന്നു അന്ന് ആ പറമ്പിൽ. അതുകൊണ്ട് ഒട്ടും പേടി തോന്നിയില്ല. അച്ഛനാണ്. എൻ്റെ വീട്ടുകാർ ധരിച്ചു ഞാൻ പള്ളിയിൽ അച്ഛന്മാർ താമസിക്കാറുണ്ട്, ഞാൻ പള്ളിയിൽ കിടന്ന് കാണും എന്ന് വീട്ടുകാർ ധരിച്ചു. ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്നെ വീട്ടിൽ പോയി കൊണ്ടുപോയി ആക്കാമോ എന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു കൊണ്ടുപോയി ആക്കാം എന്ന് പറഞ്ഞു. എന്നോട് ഇങ്ങനെയാ പറഞ്ഞു, മോൻ അങ്ങ് നടന്നോ,
ഞാൻ പുറകെ വരാം. ഞാൻ പള്ളിയുടെ മുൻവശത്തുള്ള കുരിശിങ്ങെ മുത്തിക്കൊണ്ട് ഞാൻ റോട്ടിലോട്ട് ഇറങ്ങി. അന്നും ഭക്തി കൂടുതൽ. റോട്ടിലിറങ്ങിയപ്പോൾ റോഡ് മുഴുവൻ വെളിച്ചം. എന്നോട് മുമ്പ് നടത്തും അച്ഛൻ പറയുന്നുണ്ട്, പക്ഷേ റോഡ് ഞാൻ നടക്കുന്ന നേരത്ത് ഭയങ്കര വെളിച്ചം. എൻ്റെ ഉള്ളിലൊരു ആശങ്കയുണ്ട്, ഈ അച്ഛൻ ആരാണ്? അങ്ങനെ 10 മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തി, പടിക്കെത്തിയപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇനി നീ ഒറ്റ ഓട്ടം കൊടുത്തോളാൻ പറഞ്ഞു. ഞാൻ വീട്ടിലോട്ട് ഒറ്റ ഓട്ടം കൊടുത്തു, സ്പീഡിലോടി. വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടിയിട്ട് അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചു. പിന്നെ ഞാൻ എഴുന്നേറ്റ് വാതിൽ തുറന്നപ്പോൾ നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പള്ളിയിൽ ആയിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീ പേടിച്ചോന്ന് ചോദിച്ചു. ഇല്ല, പേടിച്ചില്ല. അപ്പച്ചനൊക്കെ എല്ലാവരും വന്നു. എന്നിട്ട് അപ്പച്ചൻ്റെ പേർക്ക് ടോർച്ചുമായിട്ട് പള്ളി വരച്ചു. പള്ളിയിലുണ്ടോ അച്ഛൻ, പള്ളിയിലുണ്ടോ ലൈറ്റ്. നേരം വെളുത്ത് അന്നത്തെ വികാരി കല്ലാപ്പാറച്ചൻ്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി പേടി മാറാനായിട്ട് എന്നെ പ്രാർത്ഥിപ്പിച്ചു. ഈ സംഭവം അവിടെ വിവരിച്ചു. ഇത് വേറൊരു വിളിയുടെ വേറൊരു ഭാഗമായിരുന്നു. ഇന്ന് ഞാൻ ഓർക്കുന്നു, ഈ അച്ഛൻ ആരാണ് ഓർക്കാറുണ്ട്. പിന്നെ ഈ നമുക്ക് ഏറ്റവും അടുത്ത കാലത്തുണ്ടായ ഒരു ഇതാണ് പിതാവിന്റെ അബൂമാർ ബസേലിയോസ് ബാവായുടെ വേർപാട്. അത് എങ്ങനെയാണ് നമ്മുടെ സഭയ്ക്ക്? ബാവായുടെ വേർപാട് നികത്താനാകാത്ത നഷ്ടമാണ്. അപ്പോൾ ചോദിച്ചാൽ ബാവ വാർദ്ധക്യം പ്രാപിച്ച് കിടക്കാറുന്നില്ലേ ആശുപത്രിയിൽ? ശരിയാണ്. ബാവ വാർദ്ധക്യം പ്രാപിച്ച് ആശുപത്രിയിലെ ICUവിൽ വെന്റിലേറ്ററിലും ആശുപത്രിയിലുമായി കിടക്കുമ്പോഴും ഒരു അനാഥത്വം തോന്നിയിരുന്നില്ല. ഭാവിക്ക് ചില സമയത്ത് ഓർമ്മയുണ്ടാവും. ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ ലോകത്ത് എൻ്റെ കാര്യം പറയാൻ എനിക്കൊരു ഉടയവനുണ്ട്, എൻ്റെ കാര്യം കേൾക്കാൻ ഒരു ഉടമസ്ഥനുണ്ട് എന്ന വിചാരം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ബാവ മരിച്ചതിന് ശേഷം 10 പ്രാവശ്യമെങ്കിലും ബാവായെ സ്വപ്നമണ്ഡല ഞാൻ ദർശനമായി കണ്ടിട്ടുണ്ട്. അതെല്ലാം ആരാധനയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഭാഗങ്ങളായിട്ടാണ് ദർശനമായി ഞാൻ കണ്ടിട്ടുള്ളത്. ബാവ എന്നോട് സംസാരിക്കുന്നതും ഞാൻ താമസിച്ചിരുന്ന അവിടുത്തെ അരമനയിലെ ആളുകളോട് എൻ്റെ അന്വേഷണം അറിയിക്കണമെന്നുള്ളതും ദർശനത്തിൽ കൂടി ബാവ എന്നോട് പറഞ്ഞിരുന്നു. ഇപ്പോഴും ബാവ എന്ന വിചാരം എന്നെ ഒരു പ്രത്യേക ചിന്തയിലേക്ക് ഉയർത്തുന്നുണ്ട്. കാരണം ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ബാവയെ അറിയുന്നതാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ചപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് അൾത്താരയിൽ ശുശ്രൂഷയിൽ മദ്ബഹായിൽ ശുശ്രൂഷയ്ക്ക് എന്നെ കയറ്റിയതാണ്. തിരുമേനിമാർക്ക് അസൂയ തോന്നാറുണ്ട്. ഉച്ചയ്ക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ബാവയുടെ പാത്രത്തിൽ നിന്ന് എനിക്ക് ഇച്ചിരി ഒരു പങ്ക് എൻ്റെ പാത്രത്തിൽ ഇട്ട് തരും. അതിനേക്കാളും വലിയ കാര്യമില്ലല്ലോ. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞു, സാമൂഹ്യ പ്രതിബദ്ധതയാർന്ന കാര്യങ്ങൾ ചെയ്ത കാര്യം പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി വേറൊരു കാര്യമുണ്ട്, കാർഷിക മേഖലയോട്, അല്ലെങ്കിൽ വിദേശത്ത് പോയാലും അല്ലെങ്കിൽ എവിടെ പോയാലും അവിടുന്ന് വിത്തുകളൊക്കെ മേടിച്ച് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് എല്ലായിടത്തും ഇതുപോലെ കാർഷിക സമൃദ്ധി ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കൃഷിയോടും പ്രകൃതിയോടും എനിക്ക് വലിയ സ്നേഹമാണുള്ളത്. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ അമ്മ ഒരു ചെര നട്ട് പടത്തിയിരുന്നു പറമ്പിൻ്റെ ഒരു ഭാഗത്ത്. അമ്മ പറയണത് അത് നട്ടപ്പം മുതൽ മുട്ടിന് പൂവും കായായിരുന്നു. അന്ന് വീട്ടിൽ ജോലി ചെയ്യുന്നൊരു മുത്തപ്പനുണ്ടായിരുന്നു. വളവിട്ട് തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും മുറ്റത്തേക്ക് വീട്ടിലോട്ടേക്ക് പോയി. ഞാൻ 3 വയസ്സുള്ളൂ. ഞാൻ ആ സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് നടന്നുപോയി. അതിൻ്റെ കട പറിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് അമ്മോട് പറഞ്ഞു, അമ്മേ നിറച്ച് പൂവുണ്ട്, നമുക്ക് മുറ്റത്ത് നട്ടാൽ മതി എന്ന് പറഞ്ഞു. ഇത് കാട്ടിൽ പടർന്നു കിടന്ന കൊള്ളൂല, മുറ്റത്ത് നട്ടാൽ നല്ല ഭംഗിയുള്ള പൂവാണ്. ആ പ്രായത്തിൽ ചെടിയോടുള്ള എൻ്റെ സ്നേഹം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ അതിനുശേഷം എനിക്ക് 3, 4, 5 വയസ്സിലൊക്കെ ഗാർഡനുണ്ട്, ചെടിയൊക്കെ പിടിപ്പിക്കും. എനിക്കില്ലാത്ത ചെടി അയൽവക്കത്തൊരു വീട്ടിലുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. അത് എനിക്ക് പിടിപ്പിച്ചിട്ടേ അവർക്ക് പിടിപ്പിക്കാവും. അത് ചെടിയോട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വളർന്നു വന്നു. ഞാൻ തിരുമേനിക്കായി ഇന്ത്യക്ക് വെളിയിൽ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വിശേഷപ്പെട്ട ചെടികളും വിത്തുകളും എല്ലാം ശേഖരിച്ച് ഞാൻ താമസിക്കുന്നിടത്ത് എല്ലാം നട്ടുപിടിപ്പിക്കും.
ഇസ്രയേലിൽ മാത്രം, ഇസ്രയേലിലും അതുപോലെ ഗ്രീസ് തുടങ്ങിയതായ നാടുകളിലൊക്കെ വളരുന്ന ലക്കോട്ട നെറ്റടിച്ചാൽ കിട്ടും. അതെൻ്റെ അടുത്തുണ്ട്, അത് പൂവിട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒലിവ്, ജെറുസലേം, അത്തി തുടങ്ങി ഇന്ത്യക്ക് വെളിയിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെയുള്ള സിംഗപ്പൂരിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന ചെടി കേരളത്തിൽ വേറെയും ഉണ്ടാവില്ല, എൻ്റെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു പക്ഷേ മുള്ളില്ലാത്ത യുഫോറിയ പോലെയുള്ള നിറച്ചു പൂണ്ടായി നിൽക്കുന്ന ചെടികളൊക്കെ സിംഗപ്പൂരിൻ്റെയാണ്. ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഈജിപ്റ്റ് തുടങ്ങിയിട്ടുള്ളതായ നാടുകളിലെ ഓറഞ്ചും ചെടികളും കൊണ്ടുവന്ന് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ബെറി തുടങ്ങി ഒരു ദിവസം വന്നാൽ ഒരു ദിവസം ഫുള്ളായിട്ട് എടുക്കാനുള്ള ചെടികളും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. 12 മാസവും നെല്ലിക്ക ഉണ്ടാകുന്ന നെല്ലിമരം എൻ്റെ മുറ്റത്തുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു ദിവസം എന്തായാലും തീർച്ചയായിട്ടും വരണം. 12 ഈ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് കേരളത്തിൻ്റെ KSRTC മന്ത്രി അവിടെ വന്നിരുന്നു. അദ്ദേഹം നെല്ലിക്ക കണ്ട് അല്പസമയം നോക്കി നിന്നു. സന്ധ്യ കഴിഞ്ഞായിരുന്നു. അതിനൊരു 2-3 കിലോ നെല്ലിക്ക പറിക്കാൻ പറഞ്ഞു. പറിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് അത് കൊടുത്തു വിട്ടു. തീർച്ചയായിട്ടും വരണം. ഞാൻ നടുന്നത് അത് എനിക്കെടുക്കാനല്ല, ഞാൻ നടുന്നത് കണ്ട് മറ്റുള്ളവരിൽ ഉറങ്ങിക്കിടക്കുന്ന കാർഷിക മേഖലയിലുള്ളതായ വാസന വളരാനും. എല്ലാവർക്കും ഹൈജീനിക് ഭക്ഷണം വേണം, എല്ലാവർക്കും ഓർഗാനിക് ഭക്ഷണം വേണം. പണിയെടുക്കാതെ ഇങ്ങനെ ഇതുണ്ടാവണേ. അപ്പോൾ ഓർഗാനിക് എന്ന് പേര് വെച്ച് എവിടെയെങ്കിലും വിൽക്കുന്നുണ്ടെങ്കിൽ ഓർഗാനിക് അല്ല, അതിൽ മരുന്നും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെന്ന് ഈ ഓർഗാനിക് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ മനസ്സിലാക്കിക്കൊള്ളണം. ഓർഗാനിക് വേണം, നിൻ്റെ മുറ്റത്ത് നിൻ്റെ ആവശ്യത്തിന് നീ തന്നെ നട്ടുപിടിപ്പിക്കണം എന്നുള്ള സന്ദേശമാണ് എൻ്റെ മുറ്റത്ത്, എൻ്റെ പറമ്പിൽ ഞാൻ പിടിപ്പിച്ചിരിക്കുന്ന സകല കൃഷികളും. അവിടെ ഇല്ലാത്തത് എന്താന്ന് പറഞ്ഞാൽ നട്ടുപിടിപ്പിക്കും. ഞാൻ ഇനി അടുത്തായിട്ട് ചോദിക്കാൻ പോകുന്നത് ഹൈ റേഞ്ച് മേഖലാ മെത്രാപ്പൊലീത്ത എന്നുള്ളൊരു നേതൃത്വ നിരയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഹൈ റേഞ്ച് മേഖല അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ഹൈ റേഞ്ചിലെ ജനങ്ങൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ വന്യമൃഗശല്യം, അത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ അതാണ് ഇപ്പം വലിയ വിഷയമായിട്ട് നിൽക്കുന്നത്. ആ ഹൈ റേഞ്ചിലെ ജനങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ അല്ലെങ്കിൽ കർഷകർ അഭിമുഖീകരിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ഹൈ റേഞ്ചിലെ. അതിനെ എങ്ങനെയാണ് തിരുമേനി കാണുന്നത്? ഹൈ റേഞ്ച് മേഖലയിലെ ജനങ്ങളുടെ കഷ്ടതയോട് ഞാൻ ചേരുകയാണ്. അവരുടെ കഷ്ടപ്പാടിൽ ഞാൻ പങ്കുകാരനാകാണ്. അവരെ ഞാൻ തനിച്ചാക്കാൻ ആഗ്രഹിക്കുന്നില്ല. വാസ്തവത്തിൽ ഹൈ റേഞ്ച് മേഖലയിലെ ജനങ്ങൾ ഒരുപാട് മേഖലകളിലെ വെല്ലുവിളികൾ ഏറ്റെടുത്ത് ജീവിക്കുന്നവരാണ്. ഒന്ന്, അവർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾക്ക് വില കിട്ടുന്നില്ല. 2, പ്രോപ്പറായി അത് വിറ്റഴിക്കാൻ വേണ്ടതായ ഒരു മാർക്കറ്റിംഗ് സംവിധാനം നന്നായിട്ട് ചെയ്തു കൊടുക്കാൻ ഇവിടുത്തെ കൃഷി വകുപ്പിന് കഴിയുന്നില്ല. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, കൃഷി വകുപ്പ് പിരിച്ചുവിട്ട് ആ കാശ് പാവങ്ങൾക്ക് പങ്കുവെച്ചു കൊടുക്കാൻ കൃഷി വകുപ്പിന് കഴിയുന്നില്ല. കാര്യങ്ങൾ പറയുമ്പോൾ ആർക്കും പിടിക്കില്ല, കൃഷി വകുപ്പിന് കഴിയുന്നില്ല. ഈ കാർഷിക മേഖലയിൽ നട്ടുപിടിപ്പിക്കുന്നതായ കാർഷിക വിളകൾ ആനയും കാട്ടുപന്നികളും മറ്റ് ജന്തുക്കളും ദൈനംദിനം നശിപ്പിക്കുന്ന വാർത്തയാണ് ഇവിടെ കേൾക്കാനുള്ളത്. ജീവനും പൊലിയുന്ന വാർത്തകളാണ്. ഇതുകൂടാതെ ഇത് സംരക്ഷിക്കാൻ ഇറങ്ങുന്ന കർഷകൻ ആനയുടെ ചവിട്ടേറ്റും കാട്ടുമൃഗങ്ങളുടെ കടിയേറ്റും മനുഷ്യൻ മരിക്കുന്നു. ഇന്ന് മനുഷ്യനേക്കാൾ കൂടുതൽ വില കാട്ടുജന്തുക്കൾക്കായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും മനുഷ്യന് പുല്ല് വിലയാണ്. ഒരു നായ്ക്ക് ഒരു കുട്ടി കല്ലെറിഞ്ഞാൽ ജാമ്യം കിട്ടാത്ത വകുപ്പിട്ട് കേസെടുക്കുന്ന കാലഘട്ടത്തിലാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഹൈ റേഞ്ചിലെ ജനങ്ങൾ ജീവിക്കുന്നത്. പന്നി പകൽ സമയത്ത് വീടിൻ്റെ മുറ്റത്ത് വന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇവിടുത്തെ ഫോറസ്റ്റ് അധികൃതർ കണ്ണടച്ചിരിക്കുന്നു. അവർക്ക് യാതൊന്നും ഇതേക്കുറിച്ച് പറയാനില്ല. ഈ കഴിഞ്ഞ ദിവസം കുട്ടമ്പട പ്രദേശത്ത് കാട്ടാന ചവിട്ടിക്കൊന്ന യുവാവ്, വാസ്തവത്തിൽ വഴിയിൽ കൂടി നടക്കാൻ നിവൃത്തിയില്ല, വഴിവിളക്ക് കത്തുന്നില്ല, ആളുകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടതായ ഫെൻസിങ് വേലികളൊന്നുമില്ല. ഗവൺമെൻറ് തിരിച്ചു വച്ചിരിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ജോലിയാണ് ജനത്തിന് വേണ്ടി ചെയ്യുന്നത്? യാതൊരു കാര്യവും ചെയ്യുന്നില്ല. വേറൊരു എന്നെക്കൊണ്ട് തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും
സാഹചര്യ തെളിവുകൾ വെച്ചിട്ട് ആളുകൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. തിരുമേനി, ഈ ആനകൾ കിണറ്റിൽ വീഴുന്നത് ആനകൾ ഈ നാട്ടിലെ ആനകളല്ലാത്തതുകൊണ്ടാണ്. അവരെ അന്യനാടുകളിൽ നിന്ന് പിടിച്ച് ഈ നാട്ടിൽ കൊണ്ടുപോയി പരിചയമില്ലാത്ത ദേശത്താക്കുമ്പോൾ അവർ ഭക്ഷണം തേടി നാടുകളിലേക്ക് ഇറങ്ങുന്നു. കിണറോ കുളമോ അവർക്ക് പരിചയമില്ല. അവർ ചെന്ന് അതിലേക്ക് വീഴുന്നു. ഈ നാട്ടിലെ മൃഗങ്ങളല്ല അത്. പുലി കിണറ്റിൽ വീണ് ചത്ത സംഭവമുണ്ട്. കാട്ടുമൃഗങ്ങൾ കിണറ്റിലോ കുളത്തിലോ വീണ സംഭവങ്ങളുണ്ട്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? കാട്ടുമൃഗങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുമോ? അവർക്ക് പരിചയമുള്ള സ്ഥലത്ത് ഒരു കിണറ്റിലും ഒരു കുളത്തിലും ആനയോ പുലിയോ കടുവയോ പന്നിയോ വീഴില്ല. അവർക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് മാത്രമേ വീഴുകയുള്ളൂ. അതിൻ്റെ അർത്ഥം അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഫോറസ്റ്റുകാർ പിടിച്ച് കേരളത്തിൻ്റെ അതിർത്തിയിൽ ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് കാട്ടുജന്തുക്കളെ കൊണ്ടുപോയി ആക്കുമ്പോൾ അവർ ഭക്ഷണത്തിനും പ്രാണരക്ഷാർത്ഥവും 4 വഴിക്കും ഓടി നടന്നതിൻ്റെ വെളിച്ചത്തിൽ അബദ്ധത്തിൽ കിണറുകളിൽ വീണ് ചത്തുപോകുന്നതാണത്. അതുകൊണ്ട് ഇതിന് ശാശ്വതമായൊരു പരിഹാരമാണ് ഉണ്ടാകേണ്ടത്. ഈ ശാശ്വതമായ പരിഹാരം ലോകരാജ്യങ്ങൾ എന്തു ചെയ്യുന്നു എന്ന് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കൃഷി ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം പോയി പഠിക്കേണ്ടതാണ്. ഇന്ത്യയിലെ സാമ്പത്തികം നശിപ്പിക്കാൻ വേണ്ടി വിദേശ പര്യടനം നടത്തിയിട്ട് കാര്യമില്ല. ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി വിദേശത്ത് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പഠിക്കുകയാണ് വേണ്ടത്. ഒരു സന്തുലിതാവസ്ഥ മൃഗങ്ങളുടെ ഇടയിൽ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. ഇന്ന് ആ സന്തുലിതാവസ്ഥ തെറ്റി മൃഗങ്ങൾ പെരുകിയിരിക്കുന്നു. മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം കൊണ്ടും മൃഗങ്ങൾ മനുഷ്യൻ തമ്മിലുള്ളതായ വൈരാഗ്യം വർദ്ധിപ്പിക്കുന്നു എന്നല്ലാതെ അവരുടെ ഇടയിൽ ഇതിന് ശാശ്വതമായൊരു പരിഹാരം മുന്നോട്ട് കൊണ്ടുവരുവാൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ തയ്യാറാകുന്നില്ല, ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. മറിച്ച് ഈ മൃഗങ്ങളെ പ്രതി ആളുകൾ പീഡിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനിയും നമുക്ക് ചോദിക്കാം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ ഇനി ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. തിരുമേനിയുടെ ജീവിതം എടുക്കുകയാണെങ്കിൽ ഒരുപാട് അംഗീകാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ട്. നമുക്ക് ആ അംഗീകാരങ്ങളെക്കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി അതൊരു പ്രചോദനമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തൊക്കെ അംഗീകാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളതെന്ന്? എനിക്ക് തന്നെ ഓർക്കാൻ പറ്റാത്ത അത്രയും അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ പ്രവർത്തനത്തിന് 2010 അന്നത്തെ മുഖ്യമന്ത്രി മദർ തെരേസ പുരസ്കാരം തന്നിട്ടുണ്ട്, ഉമ്മൻചാണ്ടി. ഞാൻ പഠിച്ച വിഷയം ഏഷ്യ പസഫിക് തിയോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഴുതി കൊടുത്തതിൻ്റെ പേരിൽ തിസിസ് സമർപ്പിച്ചു. എനിക്ക് ഓണററി ഡോക്ടറേറ്റ് തന്നിട്ടുണ്ട്. സ്വീഡൻ സർക്കാർ എൻ്റെ പ്രവർത്തനത്തിന് എനിക്ക് ദി ഓർഡർ ഓഫ് സെൻറ്റ് മിഖായേൽ എന്ന് പറയുന്നതായ ഒരു കിങ് ജോർജ് രണ്ടാമൻ എന്ന് പറയുന്ന രാജാവ് പുറപ്പെടുവിച്ചതായ ഒരു അവാർഡാണ് ദി ഓർഡർ ഓഫ് സെൻറ്റ് മിഖായേൽ എന്ന് പറയുന്നത്. എനിക്ക് കിട്ടിയിട്ടുണ്ട്. മാനവ സേവ പുരസ്കാരം മലയാറ്റൂരിൽ വെച്ച് എനിക്ക് അക്രൈസ്തവരായ സമൂഹങ്ങൾ എല്ലാം ഒരുമിച്ച് ചേർന്ന് തന്നിട്ടുണ്ട്. ഗുഡ് ഷെപ്പേർഡ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പൊതുസേവനത്തിന് ഒരു ഹനുമാൻ കോവിലിൽ നിന്ന് എനിക്ക് വേറൊരു മാനവസേവ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വ്യക്തി നിറച്ച് പുരസ്കാരങ്ങളാണ് ഇരിക്കുന്നത്. ഇപ്പൊ വിളിച്ചാൽ പോണില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്രൈസ്തവർ പോലും തിരുമേനിയുടെ ആ പ്രവർത്തനങ്ങൾ കണ്ട് ഒരു അവാർഡ് നൽകുക, അംഗീകാരം നൽകുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇനിയും ലൈഫിൽ ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കട്ടെ. തിരുമേനിയുടെ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ സമൂഹത്തിന് ഇനിയും ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കട്ടെ. തിരുമേനിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഞങ്ങളുടെ മീഡിയ നെറ്റ് കുടുംബത്തിന്റെ പേരിൽ നേരുന്നു. ഇന്ന് എന്നെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് മീഡിയ നെറ്റ് ടീം ഇവിടെ വന്ന് അല്പസമയമെടുത്താണ് ഇതൊക്കെ ചോദിച്ചതും ഇന്റർവ്യൂ ചെയ്തതും. നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിൽ നടത്തിയെടുത്ത് ഇവിടെ വന്നതിൽ എനിക്കുള്ള ഹൈ റേഞ്ച് മേഖലയ്ക്കുള്ള സന്തോഷവും നന്ദിയും മീഡിയ നെറ്റിനോടും അതിൻ്റെ എല്ലാ സ്റ്റാഫുകളോടും ഞാൻ അറിയിക്കുന്നതോടൊപ്പം നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞതായ ഒരു ക്രിസ്മസ് മംഗളങ്ങളും പുതുവത്സര ആശംസകളും നേരുന്നു. 2025 മീഡിയ നെറ്റിന് ഏറ്റവും നല്ലതായൊരു നല്ല സുവർണ വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി. ക്രിസ്തുമസ് വിശേഷത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മളോടൊപ്പം ഇപ്പം വിശേഷങ്ങളും തിരുമേനിയുടെ ആശയങ്ങളൊക്കെ പങ്കുവച്ചു. ഹൈറേഞ്ച് മേഖല മെത്രാപ്പോലിത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്തനാസിയോസ് മെത്രാപ്പോലിത്തയാണ് ഇത്രയും നേരം നമ്മളോട് സമയം ചെലവഴിച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചത്. വളരെയധികം നന്ദി.